നമ്മുടെ രാജ്യത്തിനകത്ത് കടന്നുകൊണ്ട് നിരപരാധികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ ആ ഭീകരവാദികളുടെ മടയിൽ ചെന്ന് കയറി ഇന്ത്യ രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന മനോഹരമായ ഒരു മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടിയിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് റഫാൽ. അതെ, റഫാൽ വിമാനം. ഒരുപാട് പ്രത്യേകതകളുള്ള ആധുനിക വിമാനമാണ് റഫാൽ വിമാനമെന്ന് പറയുന്നത്. കോടിക്കണക്കിന് വിലയുണ്ട് ആ വിമാനത്തിന്. ആ വിമാനമാണ് IAF അഥവാ ഇന്ത്യൻ എയർഫോഴ്സ് ആ തീവ്രവാദികൾക്ക് ചുട്ട മറുപടി കൊടുക്കാനായി ഉപയോഗിച്ചത്. ഫ്രാൻസിലെ ഡെസോൾട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ റഫാൽ വിമാനം വികസിപ്പിച്ചെടുത്തത്. 15.27 മീറ്ററാണ് വിമാനത്തിൻ്റെ നീളമെന്ന് പറയുന്നത്. റഫാലിൻ്റെ വേഗമെന്ന് പറയുന്നത് മണിക്കൂറിൽ 1912 കിലോമീറ്ററാണ്. ഒറ്റ പറക്കലിൽ 3700 കിലോമീറ്റർ പരിധിവരെ പറക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതലശേഷിയുള്ള യുദ്ധവിമാനമാണ് റഫാൽ എന്ന് പറയുന്നത്. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫേസ് ശേഷിയുള്ളവയാണ് റഫാൽ വിമാനം. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഈ റഫാൽ വിമാനത്തെ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദികളുടെ മടയിൽ ചെന്ന് കയറി ഇന്ത്യൻ സേന മറുപടി നൽകിയത്. അതിവേഗതയിൽ പറന്നെത്തുവാനും കൃത്യമായി കൊണ്ട് ഭീകരവാദികളുടെ താവളങ്ങളെ ഉന്നം വെച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ നിഷ്പ്രഭമാക്കാൻ കഴിവുള്ള ഈ റഫാൽ വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യനെ കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ കശ്മീരി മുസ്ലിമായ ഹിലാൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചുണക്കുട്ടിയെക്കുറിച്ച്. റഫേൽ വിമാനം ആദ്യമായി പറത്തിയ ഇന്ത്യക്കാരനായിരുന്നു ഹിലാൽ അഹമ്മദ്. ഒരു തരത്തിലുമുള്ള അപകടത്തിൽപ്പെടാതെ 3000-ലധികം കിലോമീറ്ററുകളാണ് ഈ ഹിലാൽ അഹമ്മദ് പറയുന്ന ഈ ചുണക്കുട്ടി ആ റഫേൽ വിമാനം പറത്തിയത്. ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് കൂടിയാണ് ഹിലാൽ അഹമ്മദ് തൻ്റെ പേര് കൊണ്ട് അടയാളപ്പെടുത്തിയത്. അനന്ത്നഗറിലെ ഒരു കശ്മീരി മുസ്ലിം കുടുംബത്തിലാണ് ഹിലാൽ അഹമ്മദ് ജനിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിൽ സ്വന്തമായൊരു കയ്യൊപ്പ് തന്നെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. മിറാഷ് 2000, MiG-21 എന്നിവയുൾപ്പെടെ വിവിധ വിമാനങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യമാണ് റഫാൽ ജെറ്റ് പറത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി തിരഞ്ഞെടുക്കാൻ രാജ്യത്തിന് ഊർജ്ജമായത്. രാജ്യത്തിൻ്റെ സുരക്ഷിതമായ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിച്ചിട്ടുണ്ട്. ആവശ്യമായ യുദ്ധവിമാനങ്ങൾ ഉറപ്പാക്കുന്നതിലും ഇന്ത്യയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനും അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചു. ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ വളരെ നിർണായക മാറ്റങ്ങൾക്കൊപ്പം നിന്ന ഹിലാൽ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് റഫാൽ വിമാനം പറത്തി. റഫാലിനോട് ചേർത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും അതിനേക്കാൾ അപ്പുറമായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ. നമുക്കറിയാം, ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട 2 പെൺകരുത്തുകൾ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു. സമൂഹമാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും അവരെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. അവരെക്കുറിച്ച് പുകഴ്ത്തുന്ന, അവരെ പ്രശംസിക്കുന്ന മനോഹരമായ കാഴ്ച. എന്നാൽ ഹിലാൽ അഹമ്മദ് എന്ന് പറയുന്ന ഈ ചുണക്കുട്ടിയുടെ പേര് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി നമുക്കധികം കേൾക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹിലാൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ കൂടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ നൽകിയ തിരിച്ചടിയെന്ന് നാം ആരും വിസ്മരിച്ചുകൂടാ. പലപ്പോഴും കശ്മീരി മുസ്ലിം ജനതയെ ഒരു തീവ്രവാദത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന പ്രവണതകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇസ്ലാമിക വിരുദ്ധർ ചെയ്തു കൂട്ടാറുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ, ഈ ഹിലാൽ അഹമ്മദ് എന്ന് പറയുന്ന റഫേൽ വിമാനം ആദ്യമായി പറത്തിയ ആ മനുഷ്യനും ഒരു കശ്മീരി മുസ്ലിമായിരുന്നു. നോക്കൂ, പാകിസ്ഥാനിലെ ഭീകരവാദി നടത്തിയ ആ ഒരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിരുന്നു കൊണ്ട് ചില ഇസ്ലാമിക വിരുദ്ധർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കടന്നാക്രമിക്കാൻ അല്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി അവരെ അവഹേളിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, രാജ്യം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണിത്. ഹൈന്ദവരും ക്രൈസ്തവനും മുസൽമാനെന്നും വേർതിരിച്ചു നിൽക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ശബ്ദിക്കേണ്ട, പ്രതികരിക്കേണ്ട സമയമാണ്.